കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഈ മാസത്തെ, അതായത് 2025 നവംബർ മാസത്തെ മൈത്രേയ മുഹൂർത്തത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ആദ്യമായി മൈത്രേയ മുഹൂർത്തം എന്താണ് എന്ന് നോക്കാം. ഈ മുഹൂർത്തം ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തമാണ്. അശ്വതി നക്ഷത്രവും മേടം ലഗ്നവും ചൊവ്വാഴ്ചയും കൂടി വരുന്ന ദിവസങ്ങളിൽ ഈ മുഹൂർത്തം നമ്മൾ കാണാറുണ്ട്. അതുപോലെ അനിഴം നക്ഷത്രവും വൃശ്ചിക ലഗ്നവും കൂടി ചേർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ മുഹൂർത്തം നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഈ മുഹൂർത്തം എന്തിനാണ് നമ്മൾ നോക്കുന്നത്? അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം തന്നെ പലപ്പോഴും നശിപ്പിക്കുന്നത് അവൻ്റെ സാമ്പത്തിക ബാധ്യതകളും രോഗങ്ങളുമൊക്കെയാണ്. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നു. നമ്മുടെ ശരിയായ സാമ്പത്തിക അച്ചടക്കമില്ലാത്തപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ പല രീതിയിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാം. കടങ്ങൾ ഉണ്ടാകാം. ഈ കടങ്ങൾ വീട്ടാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടാകാം. അതോടുകൂടി നമ്മുടെ ജീവിതം തന്നെ തകിടം മറിയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. പലപ്പോഴും സാമ്പത്തിക അച്ചടക്കമില്ലാത്തതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. എത്ര ശ്രമിച്ചിട്ടും നമുക്ക് നമ്മുടെ ബാധ്യതകൾ തീർക്കാൻ പറ്റുന്നില്ല. എത്ര പണം വന്നിട്ടും നമുക്കിങ്ങനെ ചിലവുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ കടത്തിലേക്ക് നമുക്ക് 1 രൂപ പോലും അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. എങ്ങനെയെങ്കിലും കടം വീട്ടണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. നമുക്ക് പൈസ വരും, പക്ഷേ നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട് പിന്നെ കടം വീട്ടാൻ ഒന്നും കാണില്ല. അപ്പം നമ്മൾ എന്താണ് ആദ്യം വിചാരിക്കേണ്ടത്? കടമുണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിട്ട് 1000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കുക 800 കിട്ടിയുള്ളൂ. എന്നിട്ട് ആ 800-നകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ചിലവുകൾ നമ്മൾ ചെയ്യണം. അതായത് കടം വീട്ടണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലേക്ക് അതൊന്നും വരില്ല. കടമടയ്ക്കണം എന്നാഗ്രഹിച്ചാലും അടയ്ക്കില്ല. കാരണം കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഉടൻ തന്നെ ഒരു കടയിൽ കയറി കഴിയുമ്പോൾ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ മേടിച്ചു കൂട്ടും. ഒരുപക്ഷെ അത് മേടിച്ചില്ല എന്ന് കരുതി നമുക്കൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല എങ്കിലും നമ്മളത് മേടിക്കും. അങ്ങനെ മേടിച്ച് ഒരു വലിയ ചിലവ് ഒരു മാസം നമ്മൾ ഉണ്ടാക്കി വെക്കും. കടം അടയ്ക്കത്തുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഏറ്റവും ശക്തമായ ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം. ഈ മുഹൂർത്ത സമയത്ത് നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ കടമുണ്ട് എന്ന് കരുതുക. നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ആ കടത്തിലേക്ക് അടയ്ക്കാൻ സാധിക്കുന്നത് ഉള്ളത്, ഈ മുഹൂർത്ത സമയത്ത് ഒന്നുകിൽ നിങ്ങൾ കടം കുറച്ചെങ്കിലും ആ മുഹൂർത്ത സമയത്ത് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആ മുഹൂർത്ത സമയത്ത് അടച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കടം അടച്ചു തീർക്കാനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ 1000 രൂപ കൊടുക്കാൻ മാസം 1000 രൂപ വെച്ച് കൊടുക്കാൻ കാണും. പക്ഷെ നമുക്ക് 1000 രൂപ കൊടുക്കാൻ ആ സമയത്ത് കാണില്ല. ഇപ്പോൾ 4-ാം തീയതിയാണ് നമുക്ക് മൈത്രേയ മുഹൂർത്തം വരുന്നത്. നമ്മുടെ ലോൺ അടയ്ക്കേണ്ടത് 21-ാം തീയതി ആണ് എന്ന് കരുതുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 4-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതിൽ തന്നെ ഈ 3ന്റെ ഗുണിതങ്ങളായിട്ട് എടുത്തു വെക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ നമ്മൾ ഈ സമയത്ത് നമ്മൾ മാറ്റി വെക്കണം. എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടത്? നമ്മൾ വിളക്ക് തെളിയിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒരു ചെറിയ കഷ്ണം പച്ചപ്പട്ടോ അതല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പട്ടോ വിരിക്കുക. പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് വിളക്കിൻ്റെ മുമ്പിൽ വേണം ഇങ്ങനെ പട്ട് വിരിക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ എത്ര പൈസയാണോ എടുത്ത് വെക്കുന്നത് ആ പൈസ വെക്കുക. പൈസയുടെ പുറത്തേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുക. അങ്ങാടി മരുന്ന് കടയിൽ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ കിട്ടും. അത് മേടിച്ച് വെക്കുക. അതിനകത്തുനിന്ന് ഒരു ശകലം പച്ചക്കർപ്പൂരം എടുത്ത് ഈ പൈസയുടെ പുറത്ത് വെക്കുക.
എന്നിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര, എനിക്ക് എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊന്നും കൂടാതെ എൻ്റെ ഈ കടം അടച്ചു തീർക്കാനായിട്ട് സാധിക്കണമെന്ന് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും കുടുംബദേവത കാണും. കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. അതിനുശേഷം മുരുകദേവനെ പ്രാർത്ഥിക്കുക. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് മുരുകൻ. അങ്ങനെ ഈ ഭഗവാന്മാരെ എല്ലാം പ്രാർത്ഥിച്ച് ഈ പണം നിങ്ങളുടെ കടത്തിനകത്തേക്ക് നിങ്ങൾ അടയ്ക്കുന്നു എന്ന് സങ്കല്പിച്ച് അതവിടെ വെക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതെടുത്ത് ഒരു കവറിലിട്ട് ആ പൂജാമുറിയുടെ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും സുരക്ഷിതമായി വെക്കുക. ആ പണം പിറ്റേ ദിവസം എടുത്ത് കടയിൽ കൊടുക്കരുത്. അത് കടത്തിലേക്ക് അടയ്ക്കുന്ന രീതിയിൽ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കടം എപ്പോഴാണോ നിങ്ങളുടെ ആ മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നത്, ആ സമയത്ത് നിങ്ങൾ ബാക്കി സ്വരൂപിച്ച പണത്തിൻ്റെ കൂട്ടത്തിൽ ഈ പണം കൂടി ചേർത്ത് അടയ്ക്കുക. അതല്ല, ആ സമയത്ത് അടയ്ക്കാൻ സാധിക്കുന്നു, അതായത് നേരിട്ട് അടയ്ക്കാൻ സാധിക്കുന്നു, അതല്ലെങ്കിൽ ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുന്നു, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേഗം തന്നെ കടം വീട്ടും. അതായത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങൾ അവസാനിക്കും. കടം വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ആ കടം പെട്ടെന്ന് വീട്ടാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. മൈത്രേയൻ എന്ന ദേവത അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു രൂപമാണ്. ബുദ്ധ മതത്തിലും മൈത്രേയ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ബുദ്ധദേവൻ്റെ അവതാരമായിട്ടാണ് മൈത്രേയനെ കണക്കാക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരംശമാണ് മൈത്രേയൻ എന്ന് വിശ്വസിക്കുന്നു. എന്തുതന്നെയായാലും ഈ മുഹൂർത്തത്തിൽ ഉറപ്പാണ്, വിശ്വസിച്ച് നിങ്ങളിത് ചെയ്യുക. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങളൊക്കെ അവസാനിച്ച് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമുക്ക് ഈ നവംബർ മാസത്തെ മൈത്രേയ മുഹൂർത്തത്തെ പറ്റി പറയാം. ഞാൻ ഇപ്പോൾ കണക്കാക്കി പറഞ്ഞിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എന്ന സ്ഥലത്തെ സമയം നോക്കിയാണ്. കേരളത്തിൽ മുഴുവനും ഏകദേശം ഇതേ സമയം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളില്ല, മിനിറ്റുകളുടെ വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. അതല്ല, ഇപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സമയവ്യത്യാസം വരും. ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സ്ഥലത്തെ മൈത്രേയ മുഹൂർത്തം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. ആ കമൻറ്റിന് ഞാൻ മറുപടി നൽകാം. അടുത്ത മാസത്തെ മൈത്രേയ മുഹൂർത്തം പറയുന്ന കൂട്ടത്തിൽ ആ സ്ഥലത്തെ നിങ്ങൾ കമൻ്റ് ഇടുന്ന സ്ഥലങ്ങളിലെ മുഹൂർത്തം കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് മുഹൂർത്ത സമയം നോക്കാം. നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അന്ന് വൈകുന്നേരം 4:50 മുതൽ 6:41 വരെയുള്ള സമയമാണ്. 4:50 മുതൽ 6:41 വരെയുള്ള സമയം വൈകുന്നേരം. കേരളത്തിലുള്ള എല്ലാവരും തന്നെ 4:50 എന്ന് ഞാൻ പറഞ്ഞു. ഒരു 5 മണി മുതൽ ഒരു 6:30 മണിക്ക് ഉള്ളിലായിട്ട് നിങ്ങൾ ഈ പൂജ, ഈ പ്രവൃത്തി, ഈ പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കറക്റ്റായിരിക്കും. അതായത് കേരളത്തിലുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ മാറും. നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 4:50 മുതൽ 6:41 വരെയാണ്. ഇനി ഒരു മുഹൂർത്തം കൂടിയുണ്ട്. നവംബർ മാസം 21-ാം തീയതി, അന്ന് വെള്ളിയാഴ്ചയാണ്. അന്നത്തെ മുഹൂർത്ത സമയമെന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെ 5:59 മുതൽ 8:05 വരെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാവരും 5:59 രാവിലെ, അതുമുതൽ 8:05. പൊതുവായിട്ട് നമുക്ക് ഒരു 6:15 മണി മുതൽ ഒരു 7:45 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ പൂജ, ഈ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സാധിക്കുന്ന പണം അത്
3ൻ്റെ ഗുണിതങ്ങളായാൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കാം. ഇനി ചുവന്ന പട്ട്, പച്ചപ്പട്ട്, പച്ചകർപ്പൂരം ഇതൊന്നും ഇല്ല എങ്കിലും വിഷമിക്കണ്ട. ഒരു കവറിലിട്ടിട്ട് ഈ പൈസ ഒരു കവറിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് എഴുതണം, ഞാൻ എൻ്റെ ഇത്രാം നമ്പർ ലോണിലേക്ക് ഇത്ര രൂപ അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാൾക്ക് പണം കൊടുക്കാനുണ്ടായിരുന്നു, ആ കടത്തിലേക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തിരിക്കുന്നു. അങ്ങനെ കവറിൻ്റെ പുറത്തെഴുതി ഈ പണം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ പറ്റും. ഈ പണം പക്ഷേ എടുത്ത് എന്ത് ചെയ്യരുത്, വേറെ ആവശ്യങ്ങൾക്കൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. കടം വീട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.